നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് നമ്മുടെ സിനിമയെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് മറിച്ച് വേറൊരു കാര്യം സംസാരിക്കാം എന്ന് കരുതി. കാരണം ഇന്ന് നമ്മുടെ രാഷ്ട്രീയം എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതികളിൽ, പലതരങ്ങളിൽ, പല കോണുകളിൽ നിന്നും പലതും സംഭവിച്ചിരിക്കുന്നു. അപ്രതീക്ഷിതമായി പലതും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു കുംഭകോണത്തെക്കുറിച്ച് മിസ്റ്റർ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പുതിയ ഒരു മന്ത്രിസഭ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം ആ ഒരു വെളിപ്പെടുത്തൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്താണെന്ന് അന്വേഷണങ്ങൾ നടത്തി കണ്ടെത്തട്ടെ. അത് കണ്ടെത്തണം. കാരണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കവേ, പ്രൈം മിനിസ്റ്റർ ആയിരിക്കവേ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ഓഹരികൾ വാങ്ങിക്കൂട്ടൂ എന്ന് പറയുന്നത് ശരിയാണോ? അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹവും മന്ത്രിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം. പലരും അവഹേളിച്ച് അവഗണിച്ച് തള്ളിക്കളഞ്ഞ ഒരു വ്യക്തി ഇന്ത്യയുടെ സ്വരമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലുള്ള മനുഷ്യരുടെ ശബ്ദമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലുള്ള മനുഷ്യരുടെ സ്പന്ദനമായി മാറിയിരിക്കുന്നു. അതുപെട്ടുപോയ പ്രതാപം തിരിച്ചെടുക്കാൻ ഇന്ത്യ ഉടനീളം നടക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ ഇന്ത്യയെക്കുറിച്ച് പഠിച്ച് ഇന്ത്യ എങ്ങനെയാണെന്ന് കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ ചെറുകുട്ടി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ കണ്ടെത്തിയ ഇന്ത്യ ആയിരുന്നു എന്ന് തിരിച്ചറിയാൻ അദ്ദേഹം കണ്ടെത്തിയ ഒരു മാർഗമാണ് നടക്കുക എന്നുള്ളത്. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് കാശ്മീരിൽ അവസാനിച്ച ആ നടത്ത ഇന്ത്യയിലുള്ള സകലവിധമായ മനുഷ്യരുടെയും മനസ്സിലൂടെയായിരുന്നു അദ്ദേഹം നടന്നു കയറിയത്. ആ നടത്തത്തിൽ ഇന്ന് കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നു. ഭരണം ഒരുപക്ഷെ അവർക്ക് കിട്ടിക്കാണില്ല. എങ്കിലും വെറുപ്പിൻ്റെ വിത്തുകൾ വിതറി മനുഷ്യനെ തമ്മിലടിപ്പിച്ച് പരസ്പരം സ്നേഹിച്ചു കൊണ്ടിരുന്നവരെ വെറുപ്പ് വിതറി പരസ്പരം വിരോധിക്കുന്ന തരത്തിൽ കൊണ്ടുപോയ ഒരു ഭരണം നമ്മുടെ രാജ്യത്ത് 10 വർഷം നടന്നുകൊണ്ടിരുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ 10 വർഷം മനുഷ്യർ തമ്മിൽ വിരോധങ്ങൾ സമ്പാദിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. തീർച്ചയായും നമ്മുടെ വലിയ വെറുപ്പിൻ്റെ വിത്തുകൾ വിതറുകയായിരുന്നു. അത് പൊട്ടിമുളർച്ച് വലുതായി. അത് പലരും പ്രകടിപ്പിക്കുന്നത് നേരിട്ടും കണ്ടിട്ടുണ്ട്, അല്ലാതെയും കണ്ടിട്ടുണ്ട്. പല രാജ്യത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഈ 10 വർഷം നമ്മൾ കണ്ടത്. ഒരിക്കലും ഇതുപോലെ മറ്റു പലരും ഭരിച്ചിട്ടുണ്ട്. ഇന്ത്യ കോൺഗ്രസ് അല്ലാതെ മറ്റു പലരും ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത ചില പ്രശ്നങ്ങൾ, ചില കാര്യങ്ങൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുന്നുണ്ടായിരുന്നു. അതിന് കടിഞ്ഞാലിടാൻ ഈ മനുഷ്യൻ നടന്നു. ജനഹൃദയങ്ങളിൽ നടന്നു കയറി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വിജയം വളരെ വലുതാണ്. ഇന്ന് അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവാകാൻ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെ അതിൽ നിന്നും പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കുകയും പലതരത്തിലുള്ള കേസുകൾ കൊടുത്ത് അദ്ദേഹത്തെ കുടുക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം ഒന്നിലും തളർന്നില്ല. അദ്ദേഹം ഒന്നിലും വെറുപ്പിൻ്റെ വിദ്വേഷം നിറച്ച രീതിയിൽ ഈ പറഞ്ഞവരെയും ചെയ്തവരെയൊന്നും ആ രീതിയിൽ പ്രസംഗിക്കുകയോ, കളിയാക്കലായിരുന്നു ഏറ്റവും കൂടുതൽ. കുത്തിനോവിക്കലും, ഒരു മനുഷ്യനെ കുത്തിനോവിക്കുന്നതാണ് ഏറ്റവും വലിയ വേദന. അത് അനുഭവിക്കുന്നവർക്കാണ് അത് മനസ്സിലാവുന്നത്. കുത്തിനോവിക്കലും കളിയാക്കലും പരിഹാസത്തിൻ്റെ ഫാക്ടറിയിലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. പക്ഷേ അവിടെയൊന്നും അദ്ദേഹം തളർന്നില്ല. പേര് രാഹുൽ ഗാന്ധി. നിങ്ങൾക്കറിയാം, അദ്ദേഹം ഈ കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ഭാരത് ചോഡോ യാത്ര അവസാനിച്ചത് കാശ്മീരിലാണ്. കോരിച്ചൊഴിയുന്ന മഞ്ഞിൽ അദ്ദേഹം പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ അതിൽ തടിച്ചുകൂടി. ഈ നടന്നു പോയിടത്തെല്ലാം ലക്ഷോപലക്ഷം ജനങ്ങളാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹത്തെ കേൾക്കാൻ വന്നത്. അദ്ദേഹം എല്ലാവരെയും കേൾക്കുകയും കാണുകയും ചെയ്തു. ഇന്ത്യയുടെ സ്പന്ദനം എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി. അദ്ദേഹം ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവായി തീർന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം അവർ അതിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം പാർലമെൻറ്റിൽ ചെയ്യും. ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്ന ഏകാധിപത്യത്തിൽ നിന്നും
ജനാധിപത്യത്തിലേക്ക്, യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് ഇതാ പുതിയ സർക്കാർ വരികയാണ്. വന്നേ പറ്റൂ. കാരണം ഏകാധിപതികളെ പോലെയാണ് അവർ പല നിയമങ്ങളും പാസ്സാക്കിയത്. ഉടുപ്പിൻ്റെ ചട്ടയുടെ പോക്കറ്റിൽ നിന്നും പല നിയമങ്ങൾ എഴുതിയ പേപ്പറുകളെടുത്ത് പാർലമെൻറ്റിലും ലോക്സഭയിലേക്ക് വായിച്ച് അതിനെ പാസ്സാക്കുകയായിരുന്നു. 100-125 MP-മാരെ ഒറ്റ പ്രാവശ്യം പുറത്താക്കി പല ബില്ലുകളും അവർ പാസ്സാക്കി. ഓർക്കണം, ഈ രണ്ടാം സർക്കാർ വരുമ്പോഴും മോദി സർക്കാർ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഇനി കോൺഗ്രസ്സിന് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ല. പക്ഷേ ഈ പറയുന്ന രാഹുലിനും അദ്ദേഹത്തിന് അമ്മയ്ക്കും സഹോദരിക്കും കുടുംബക്കാർക്കും അവരെ അറിയുന്ന പലർക്കും അറിയാമായിരുന്നു ഈ തളർച്ച ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന്. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള കാലം നമ്മൾ ഭരണം കാണേണ്ടിയിരിക്കുന്നു. എങ്ങനെ പോകും? കാരണം ഏകാധിപതിയിൽ നിന്നും ജനാധിപത്യത്തിൻ്റെ പടിയിൽ നടന്നു കയറിയിരിക്കുകയാണ് ഇപ്പോൾ. നമ്മുടെ ഭരണചക്രം തിരിക്കുന്ന ബുക്കെടുത്ത് തലയിൽ വെച്ച് തൊട്ട് തൊഴുത് ഇതൊക്കെ ഒരു അഭിനയമാണ് ഒരുപക്ഷെ. കാരണം ഇതൊന്നും ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ വ്യക്തികളാണ് ഇപ്പോൾ അത് തൊട്ട് തൊഴുത് അധികാരത്തിൽ കയറാൻ ശ്രമിക്കുന്നതല്ല, അവർ അധികാരത്തിൽ ആയിക്കഴിഞ്ഞു. അതുതന്നെയാണ് സത്യാവസ്ഥ. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിച്ച് ഇന്ത്യയിൽ ഒരു ജനാധിപത്യം പുലർത്തിയെടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് തിരിച്ചു വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിലും വലിയ പ്രതിസന്ധികൾ കോൺഗ്രസ്സിനുണ്ടായിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, വോട്ട് വാങ്ങിപ്പോയാൽ മാത്രം പോരാ. ആ മണ്ഡലത്തിൽ ഓരോ മുക്കിലും മൂലയിലും ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ വോട്ട് വാങ്ങിപ്പോകുന്ന വ്യക്തികൾ ആ മണ്ഡലത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ചെന്ന് ഓരോ പാവപ്പെട്ടവൻ്റെയും പണക്കാരൻ്റെയും സാധാരണക്കാരൻ്റെയും അടുത്ത് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം, അന്വേഷിക്കണം, കണ്ടെത്തണം. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ പരിഹാരം കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയും ഒരു ഇലക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. ഇനിയും ഇന്ത്യ ഇപ്പോൾ കുറേ ആൾക്കാർ 10-27 പാർട്ടിയെ ചേർത്ത് ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടായിരിക്കുന്നു. വളരെ ശക്തിയുള്ളതെന്ന് വെച്ചാൽ ഇന്ന് BJPയെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണി. തീർച്ചയായും അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന് നേരത്തെ ഒരു തീരുമാനം ഉണ്ടായിരുന്നപ്പോൾ അതിനെ വളരെ മുഖം തിരിച്ച് നിന്ന ഒരു പാർട്ടിയാണ് മമത. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരാണ് ആദ്യം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. എല്ലാവരും വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ടുള്ള ഭരണം നമ്മൾ കാണണം. ഒരുപാട് വിദ്വേഷങ്ങൾ നിറഞ്ഞ പ്രസംഗങ്ങൾ ഇനി പാർലമെൻറ്റിനകത്ത് നമുക്ക് കാണാം എന്ന് വിചാരിക്കണ്ട. കാരണം അതിന് തടയിടാൻ ഇന്ന് ആളുണ്ട്. ഇതിനു മുമ്പ് 10 വർഷം എല്ലാം അവരുടെ കീഴിലായിരുന്നു, സ്വന്തം ഇഷ്ടം നടപ്പിലാക്കുകയായിരുന്നു, അത് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങോട്ട് നടക്കില്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് വിദ്വേഷങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നിസ്സാര പോലെ, പേപ്പർ പോലെ, അല്ലെങ്കിൽ കറിയിലിട്ട കരിവേപ്പില പോലെ, വളരെ നിസ്സാരം പോലെ ഈ പറഞ്ഞ വ്യക്തികളെ തൂക്കിയെടുത്തെറിഞ്ഞു. ആലോചിക്കണം, വിദ്വേഷങ്ങൾ നിറച്ച് പ്രസംഗങ്ങൾ, ഈ ഇലക്ഷന് വേണ്ടി മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ വിദ്വേഷം നിറച്ച പ്രസംഗങ്ങൾ പൊടുമുടിയിൽ നിർത്തി ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ച സ്ഥലത്തെല്ലാം പാടെ പരാജയമാണ്. ആലോചിക്കണം, ക്ഷേത്രമുണ്ടാക്കി എന്തൊക്കെയോ ചെയ്തു, പക്ഷേ അവിടെയൊന്നും ഇതൊന്നും വില പോയില്ല. കാരണം അവിടെയുള്ള പാവങ്ങളുടെ കണ്ണുനീര് കാണാൻ ഇവർക്ക് സമയം കിട്ടിയില്ല. പാവങ്ങളുടെ കണ്ണുനീര് കാണാനുള്ള സമയം കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ അവിടെ വിജയിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും അല്ലായിരുന്നു വിഷയം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും
അവർക്ക് നല്ല ബോധ്യമുണ്ട് കയ്യിൽ നിന്നും ഈ അധികാരം പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും, കാരണം കുറേ കാലത്തേക്ക് ഇനി നമുക്ക് അധികാരം കിട്ടില്ല. അപ്പോൾ എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്തണം. അതിനു വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതിന് തടയിടാൻ രാഹുൽ എന്ന പലരും പപ്പു എന്ന് വിളിച്ച് കളിയാക്കിയ വ്യക്തികൾ ഇന്ന് അദ്ദേഹത്തിനെ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ ശബ്ദമായി മാറിയിരിക്കുന്നു. പലരും ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യനാണ്, അദ്ദേഹത്തിന് കുട്ടിത്തം മാറിയിട്ടില്ല. ഒരു സംശയം ചോദിക്കട്ടെ, ഒരു 45-50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവേദിയിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അയാൾക്ക് പ്രായമായി, ഇയാൾ എന്താണ് ഈ പുലമ്പുന്നത് എന്നാണ് എല്ലാവരും പറയാറ് പതിവ്. പക്ഷേ ഒരു രാജ്യം ഭരിക്കാൻ 50 വയസ്സിന് മുകളിൽ വേണം. അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ പക്വതയുള്ള വാക്കുകളും വളരെ പക്വതയുള്ള തീരുമാനങ്ങളും. പക്ഷേ സാധാരണ ജീവിതത്തിൽ 50 വയസ്സിന് മുകളിലുള്ളൊരു വ്യക്തി പറഞ്ഞാൽ അയാൾക്ക് പ്രായമായി, തലയ്ക്ക് സുഖമില്ല, എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. പ്രായമായ മനുഷ്യർ എവിടെയെങ്കിലും ഇരിക്കണ്ടേ? പക്ഷേ ഒരു രാജ്യം ഭരിക്കാൻ 50 വയസ്സിന് മുകളിൽ പ്രായം വേണം. 50 വയസ്സിന് താഴെ ആയാൽ പക്വതയില്ലാത്തവനാണ്. ഇതൊക്കെ പറയുന്നത് ഈ മനുഷ്യന്മാരല്ലേ എന്നാണ് ഞാൻ ഓർത്തു പോകുന്നത്. സത്യം, മനുഷ്യന്മാരല്ലേ? അദ്ദേഹം ഇന്ന് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാനുള്ള പാതയിൽ തന്നെയാണ്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ അവർ ഉണ്ടാക്കിയെടുത്ത ഇമേജ്. നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്, അതായത് പുച്ഛിച്ച് തള്ളിയവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇനി ഒന്ന് പറയാനുള്ളത്. ഭരിക്കുന്നവർ ആരോ ആകട്ടെ, എന്തോ ആകട്ടെ, വോട്ട് ചെയ്തവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. ഒരു രാജ്യത്തൊരു ഒരു മിനിസ്റ്റർ അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം ഒരാളിൻ്റെ മാത്രം മിനിസ്റ്റർ അല്ല. ആ രാജ്യത്ത് 100 കോടിയോ 150 കോടിയോ 140 കോടിയോ ജനങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ആ 140 കോടി ജനങ്ങളുടെയും മിനിസ്റ്ററാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തീർത്തും അദ്ദേഹം അതിന് ഉത്തരവാദിയാണ്. ഉത്തരവാദിത്തം അദ്ദേഹം ചെയ്യണം, ആ ഉത്തരവാദിത്തം വഹിക്കണം. ഇവിടെ പരസ്പരം തമ്മിൽ തല്ലി, പരസ്പരം പല്ലിൽ കുത്തി, അതിനെ മണപ്പിച്ച് അത് വെച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം പല രാജ്യങ്ങളിലും പല തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തൊഴിലവസരങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ആവശ്യം. അങ്ങനെയുള്ള അത്തരത്തിലുള്ള തൊഴിലുകളാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യം. ആ തൊഴിലുകളെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ പരസ്പരം പഴിചാരി കോവിലും പള്ളിയും അതും ഇതും മറ്റതും മറിച്ചതും എന്ന് പറഞ്ഞ് പഴിചാരി നടക്കലല്ല. 5 വർഷം ഒരു വ്യക്തി ഭരിക്കുമ്പോൾ, ഒരു പാർട്ടി ഭരിക്കുമ്പോൾ ആ 5 വർഷം അവർ പൊതുസമൂഹത്തിന് എന്താണ് ചെയ്യുന്നത്, ആ ചെയ്തത് അടുത്ത ഭരണം തുടങ്ങുന്നതിന് മുമ്പ് അത് മുഴുവനും നിരത്തി പൊതുസമൂഹത്തിന് ഞാൻ എൻ്റെ രാജ്യത്തുള്ള എൻ്റെ പ്രജകൾക്ക് ഏകാധിപതിയെപ്പോലെ ഭരിക്കാനും ശ്രമിക്കാതെ ജനാധിപത്യത്തിൻ്റെ ഭരണത്തിലിരുന്നാൽ എൻ്റെ നാട്ടിലെ എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് നോക്കണം, മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്ത് എത്ര പേരാണ് ജോലിക്ക് വരുന്നത്? എത്ര പേര് വരുന്നുണ്ട്? എന്നാൽ നേരെ മറിച്ചാണെങ്കിലോ, ഇന്ത്യയിൽ നിന്നും ലോകത്തിൻ്റെ സകലവിധമായ രാജ്യങ്ങളിലും പോയി പണിയെടുക്കുന്നു. ഇതിന് കാരണമെന്താ? തൊഴിലില്ല. നമ്മുടെ രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തൊഴിലില്ല. അങ്ങനെ ഒരു തൊഴിലുണ്ടെങ്കിൽ ആരും നമ്മുടെ രാജ്യം വിട്ട് പോകേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഭരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി ചുമതലയേൽക്കുമ്പോൾ 140 കോടി ജനങ്ങളുടെയും പ്രൈം മിനിസ്റ്ററാണ്. ഇനി 5 വർഷം നിങ്ങൾക്ക് ഭരിക്കാം സന്തോഷമായിട്ട്. പക്ഷേ നിങ്ങളുടെ 5 വർഷത്തെ നേട്ടങ്ങൾ നിരത്തി അടുത്ത തവണ നിങ്ങൾ വോട്ട് ചോദിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ പരാജയവും പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അല്ലാതെ പള്ളിയും അമ്പലവും ചർച്ചും ഒന്നും അല്ല, ഒരു വിഷയമല്ല. തൊഴിലില്ലായ്മ, ആ തൊഴിലില്ലായ്മ കൊണ്ടാണ് പലരും നമ്മുടെ രാജ്യം വിടുന്നത്. പരസ്പരം ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ തമ്മിലടിപ്പിക്കലല്ല. അതുകൊണ്ട് ഈ
പിന്നെ വെറുപ്പിൻ്റെ കട അടച്ചിട്ട് സ്നേഹത്തിൻ്റെ കട തുറക്കുക. പക്ഷേ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, വളരെ ശ്രദ്ധിച്ച് പൈസകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇതെൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ പൈസകൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ആലോചിക്കണം, 4-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ഓഹരികൾ വാങ്ങി പിന്നെ നിക്ഷേപിക്കുക. ഓഹരി ഭയങ്കര മുന്നോട്ട് പോകും, അതിനുശേഷം നിങ്ങൾക്കെല്ലാം വലിയ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഒക്കെ പറഞ്ഞ് പിന്നെ ഇതിന് ആൾക്കാർ പൈസ ഇറക്കി. പക്ഷേ 30 കോടി രൂപയാണ് പാവങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 30 കോടി രൂപ. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ പരിപാടികൾ ചെയ്യാതിരിക്കല. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.